രാഹുൽ ഗാന്ധി ഇട്ട ബോംബ് സ്വന്തം തട്ടകത്തിൽ തന്നെ വന്ന് പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബോംബ് എറിയുമ്പോൾ അതിൻ്റെ പിന്ന് കടിച്ച് പൊട്ടിച്ച് എറിയുമ്പോൾ അത് സ്വന്തം തട്ടകത്തിലേക്ക് തന്നെയാണോ വീഴുന്നത് എന്ന് നോക്കണമെന്ന് രാഹുൽ ജോഡ് ഇനിയെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു വരുന്നത് കർണാടകയിലെ വോട്ടർ പത്രികയെക്കുറിച്ചാണ്. അതായത് കർണാടകയിലെ വോട്ട് പത്രികയിൽ കുറച്ച് ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ ആറ്റം ബോംബ് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർണാടകയിലെ കോൺഗ്രസ്സുകാരനായ മന്ത്രി തന്നെ രംഗത്തെത്തി. അതായത് അവിടുത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രിയുമായ KN രാജണ്ണ അദ്ദേഹം രംഗത്തെത്തിയിട്ട് പറയുകയാണ്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, കർണാടകയിലെ കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ ചില ക്രമക്കേടുകളുണ്ട്. അത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന കാലത്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ്. അത് കൃത്യമാണോ എന്ന് അറിയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ നിങ്ങൾ ഭരിച്ചത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സമയത്ത് ഈ ഉണ്ടാക്കി വെച്ച വോട്ടർ പട്ടിക തെറ്റാണ് എന്ന് പറയാൻ? ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നമ്മുടെ സർക്കാർ ഭരണത്തിലിരിക്കുമ്പോഴാണ്. എല്ലാവരും കണ്ണടച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു ആ സമയത്ത്. പറയാനാണെങ്കിൽ പല ക്രമക്കേടുകളും എനിക്ക് വിളിച്ചു പറയാനുണ്ട്. ക്രമക്കേട് നടന്നത് നമ്മുടെ കൺമുന്നിലാണ്, നമ്മൾ ലജ്ജിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ വോട്ടർ പട്ടിക BJPയുടെ നെഞ്ചത്ത് വെച്ചിട്ട് BJPയെ എന്താ പറയുക, താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് കർണാടകയിൽ നിന്ന് തന്നെ സ്വന്തം തട്ടകത്തിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ബോംബ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ KN രാജൻ എന്ന് പറയുന്ന മന്ത്രി സിദ്ധരാമയ്യയുടെ വലം കൈയാണ്. സിദ്ധരാമയ്യക്ക് ഒരു കൈ ഒടിഞ്ഞുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും ദാസനായി നിന്ന് കേൾക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ രാജണ്ണൻ. അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം വന്നിരിക്കുന്നു. അദ്ദേഹം രാജ്യം അറിയിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം ഇത്രയും തുറന്ന പറച്ചിലുകൾ നടത്തിയ സ്ഥിതിക്ക് രാജണ്ണ പോകാൻ ഇടയുള്ളത് BJPയിലേക്കായിരിക്കുമെന്നതിന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ബോംബ് കൊണ്ട് ഒരു നേട്ടമുണ്ടായി. കോൺഗ്രസിൽ നിന്ന് രാജണ്ണൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വലിയ നേട്ടം മാത്രമാണ് ഈ ആറ്റം ബോംബ് അണുബോംബ് കൊണ്ട് വലിയ എന്തോ ബോംബിട്ട് പൊട്ടിച്ചത് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പല സ്ഥലത്തെയും വോട്ട് ചോർച്ചയൊക്കെ പൊക്കിക്കൊണ്ട് പലരും വരുന്നുണ്ട്. ഇരട്ട വോട്ടുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു, അവരൊരു വാർത്ത പുറത്തുവിട്ട റായ്ബറേലിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയും അവിടുത്തെ വോട്ടുകളുടെ കണക്കുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പലരും അത് കണ്ടിരിക്കും, ചിലർ അത് കണ്ടിരിക്കില്ല. അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചത് എങ്ങനെയാണെന്നും അവിടെ എത്ര കള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നും എത്ര ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നും ഒറ്റമുറിയിൽ എത്ര പേർ താമസിച്ചിരുന്നു എന്നും അച്ഛൻ്റെ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് എന്താ പറയുക ആൽഫബറ്റ് അക്ഷരങ്ങളാണോ, കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഇവിടെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന് നേരെ കൈ ചൂണ്ടിയ രാഹുൽ ഗാന്ധിക്ക് ആ വിരലിൽ തന്നെ അടി കിട്ടിയിരിക്കുന്നു. അതായത് വടി കൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുന്നു. കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ അവിടെ കർണാടകയിൽ കോൺഗ്രസിന് ശക്തമായ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല അവിടെ DK ശിവകുമാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. 2.5 വർഷക്കാലം ഈ സിദ്ധരാമയ്യയും 2.5 വർഷക്കാലം DK ശിവകുമാറും എന്ന് പറഞ്ഞ ഒരു ടാംസിലാണ് അവിടെ അധികാരമേറ്റത്. പക്ഷെ സിദ്ധരാമയ്യ ജമ്മത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല. കോൺഗ്രസിന്റെ ഒരു ശാപമേ ഈ അധികാരമുഖമാണല്ലോ. എങ്ങനെയും അധികാരം പിടിക്കുക, ആരെ കുതികാല് വെട്ടിയിട്ടാണെങ്കിലും ആരെ തീർത്തിട്ടാണെങ്കിലും അധികാരം, അത് മാത്രമാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ അധികാരം പിടിക്കാനായി ഈ സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല. അങ്ങനെ DK ശിവകുമാർ സിദ്ധരാമയ്യയുമായി ഉടക്കി പിരിഞ്ഞ മട്ടിലാണ്. DK ശിവകുമാർ BJPയിലേക്ക് വരും എന്നൊക്കെയുള്ള ചെറിയ സൂചനകൾ ഇതിനു മുൻപ് പുറത്തു വന്നു. അദ്ദേഹം സിദ്ധരാമയ്യ വിളിക്കുന്ന പല സമ്മേളനങ്ങളിലും മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും അദ്ദേഹം എത്തുന്നില്ല. ആ സമയത്തൊക്കെ അദ്ദേഹം അമ്പലങ്ങൾ ദർശിച്ചുകൊണ്ട് നടക്കുകയാണ്. അത്തരത്തിലുള്ള ചില വാദഗതികളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ രാജണ്ണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ നാണം കെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ ഇപ്പൊ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് പ്രതികരിക്കാത്ത എന്താണ്?
കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണ് ഈ പത്രിക വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടത് അന്നല്ലേ? അന്ന് മൗനമായി ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ട് ഇന്ന് വലിയ വായിലെ വർത്താനവും പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ശുദ്ധ തെമ്മാടിത്തരവും നാണക്കേടുമാണ് എന്ന് രാഹുൽ ഗാന്ധിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ എതിർ പറയിക്കേണ്ടതായിരുന്നു, അത് നമ്മുടെ കടമയാണ്. അന്ന് നമ്മൾ നിശബ്ദരായിരുന്നിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൃത്യമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങളും. അന്ന് മിണ്ടാതിരുന്നിട്ട് കോൺഗ്രസിന്റെ കാലത്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ BJPക്ക് എന്താണ് കാര്യം? അതിൽ ഇപ്പൊ കർണാടകയിൽ ജയിച്ചതും കോൺഗ്രസ് തന്നെയാണ്. അവിടെ BJP അവിടെ ജയിച്ചിട്ടില്ല. കർണാടകയിൽ കോൺഗ്രസിന്റെ ആധിപത്യമാണ്, കോൺഗ്രസ് ആണ് അവിടെ ശക്തമായ പാർട്ടി. അവിടെ പിന്നെ രാഹുൽ ഗാന്ധി പിന്നെ എന്താ പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചോദ്യവുമായി രംഗത്തെത്തിയാൽ അതിന് ഉത്തരം നൽകേണ്ടത് രാഹുൽ ഗാന്ധി തന്നെയാണ്. വോട്ട് ചെയ്തതിന് തെളിവ് താ എന്ന് ചോദിച്ചാൽ തെളിവ് കൊടുക്കണം. ഈ രാഹുൽ ഗാന്ധി എന്താണ് പരാതി കൊടുക്കാൻ മടിക്കുന്നത്? ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇത്രയും വലിയ തിരിമറി നടത്തിയാണ് മോദി സർക്കാർ അധികാരത്തിലേറിയത്. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിലേറിയത്. ഒക്കെ രാഹുൽജി പറയുന്നത് തന്നെയാണ് ശരി. അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും അധികാരമോഹങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പിന്നിലുള്ളതെന്നും നിങ്ങളുടെ പിന്നിൽ രാജ്യത്തെ തകർക്കാനുള്ള വമ്പൻ ശക്തികളുണ്ട് എന്നും അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു പാവ ഭരണകൂടത്തെ ഉണ്ടാക്കാനായി നടത്തുന്ന ഈ പ്രയത്നങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ഈ രാജ്യം തീരെഴുതി തന്നെ തീർത്തേനെ എന്നുള്ളതും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എങ്കിലും ജനങ്ങൾ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധിക്ക് ഈ ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന്, ജനാധിപത്യമായ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ മത്സരിച്ച മണ്ഡലത്തിലും നിങ്ങളുടെ സഹോദരി മത്സരിച്ച മണ്ഡലത്തിലും നിങ്ങളുടെ അമ്മ മത്സരിച്ച മണ്ഡലത്തിലും ഒക്കെ അത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നാണ് അവർ വിജയിച്ചത്, അല്ലെങ്കിൽ അവർ വിജയിക്കില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ചെന്ന് പ്രതിഷേധം അറിയിച്ച് നാലാള് കാണാൻ ഇങ്ങനെ പ്രതിഷേധമുയർത്തി അറസ്റ്റ് ചെയ്ത് ഈ ഹൈപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ നാണം കെട്ട വേലകളൊക്കെ കാണിക്കുന്നത്? കോൺഗ്രസിന് പരാതി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൃത്യമായി നോക്കി അത് കൃത്യമായി പരിശോധിച്ച് അതിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇനി ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നോ ഇല്ലേന്നോ. ഇല്ലെങ്കിൽ താങ്കളുടെ MP സ്ഥാനം പോകും, താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് താങ്കൾക്കെതിരെ മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വ്യാജ പരാതികളാണ് താങ്കൾ ഉന്നയിച്ചതെങ്കിൽ, വ്യാജ കണക്കുകളാണ് താങ്കൾ ഉന്നയിച്ചതെങ്കിൽ താങ്കൾക്ക് ഭയപ്പെടാനുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമല്ല എന്ന് കാണിക്കാനായി താങ്കൾ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് വന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വന്ന് ഈ നാടകവും ഗോഷ്ഠിയും ഒക്കെ കാണിച്ചാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പരാതി കൊടുക്കൂ. വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. രാഹുൽ ഗാന്ധിയോട് വെല്ലുവിളിക്കുകയാണ്. രാഹുൽ ഗാന്ധി പരാതി എടുക്കൂ. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി ഒരു നിലപാടുമില്ലാത്ത ഒരാളാണ്. പറയുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടി എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ജോർജ് സോറസുമായി എന്തിനാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്? ഈ ജോർജ് സോറസ് ആരാണ്? ഡീപ് സ്റ്റേറ്റുമായി എന്താണ് ഇവർക്ക് ബന്ധം? ഇന്ത്യ തകർക്കാനായി എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത്? സത്യം വിളിച്ചു പറയുന്നവരെ പുറത്താക്കുന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസിന്റെ ഈ വൃത്തികെട്ട നയം, ഈ വൃത്തികെട്ട നിലപാട് അതെന്ന് നിങ്ങൾ അവസാനിപ്പിക്കുമോ? നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞതാണ്, അത് അവസാനിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുള്ളൂ.